ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിർഗമ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2025 മെയ് 7 ബുധൻ നീചരാശിയായിട്ടുള്ള മീനം രാശിയിൽ നിന്ന് മേടം രാശിയിലേക്ക് രാശി മാറുന്നു. അപ്പോൾ ബുധൻ മേടം രാശിയിലേക്ക് മെയ് 7 രാശി മാറുന്നത് ഓരോ കൂറുകാർക്കും ലഗ്നക്കാർക്കും എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നുള്ളതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ ധനു, മകരം, കുംഭം, മീനക്കൂറുകാർക്കും ലഗ്നക്കാർക്കും ബുധൻ്റെ മേടം രാശിയിലേക്കുള്ള രാശിമാറ്റം എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്ന് നോക്കാം. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് 2025 മെയ് മാസത്തിൽ ആദ്യമായിട്ട് രാശി മാറുന്നത് ബുധഗ്രഹമാണ്. അതായത് മീനം രാശിയിൽ നിന്ന് മേടം രാശിയിലേക്ക് മെയ് 7 രാശി മാറുന്നു. ഇപ്പം കഴിഞ്ഞ ഫെബ്രുവരി 27 മുതൽ ബുധൻ മീനം രാശിയിൽ നീചരാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വക്രത്തിലും നേർസഞ്ചാരത്തിലുമാണ് ആ ബുധൻ നീചരാശിയിൽ സഞ്ചരിക്കുന്നത്. മെയ് 7 ആ നീചരാശിയിൽ നിന്നും മേടം രാശിയിലേക്ക് ആ ബുധൻ രാശി മാറുന്നു. ഇപ്പോൾ ബുധൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം കമ്മ്യൂണിക്കേഷൻ്റെ ഗ്രഹമാണ്, ബുദ്ധിശക്തിയുടെ ഗ്രഹമാണ്, വിവേക ബുദ്ധിയുടെയും യുക്തിപൂർവമായ ചിന്തകളുടെയും നല്ല മാനസികാവസ്ഥയുടെയൊക്കെ ഒരു ഗ്രഹമായിട്ട് നമുക്ക് ബുധനെ കാണാം. പക്ഷേ ബുധൻ മേടരാശിയിലേക്ക് രാശി മാറുക എന്ന് പറയുമ്പോൾ അത് ചൊവ്വയുടെ രാശിയാണ്. അപ്പം ബുധൻ ചൊവ്വയുടെ രാശിയിലേക്ക് രാശി മാറുക എന്ന് പറയുമ്പോൾ പൊതുവേ സ്വന്തം അഭിപ്രായങ്ങൾക്ക് കൂടുതൽ ഊന്നൽ കൊടുക്കുകയും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് അത്രത്തോളം ഊന്നൽ കൊടുക്കാത്ത ഒരു മനോഭാവം ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് ചിലപ്പോൾ തെറ്റിദ്ധാരണകൾക്കോ അഭിപ്രായ വ്യത്യാസങ്ങൾക്കോ വഴിതെളിച്ചു എന്ന് വരാം. നമുക്കറിയാം ബുധൻ ബിസിനസ്സിൻ്റെ കാരകനാണ്, ബുധൻ വിദ്യയുടെ കാരകനാണ്. അപ്പോൾ പൊതുവെ പഠനത്തിലും ബിസിനസ്സിലും തൊഴിലിലുമൊക്കെ തന്നെ, അതുപോലെ നമ്മുടെ സംസാരത്തിലുമൊക്കെ തന്നെ നമുക്ക് നിലനിന്നിരുന്ന പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ക്രമേണ മാറുകയും അതിലൊക്കെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ്. പ്രത്യേകിച്ച് ഈ മേടം രാശിയിൽ അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രങ്ങളിലൂടെയാണ് ആ ബുധൻ സഞ്ചരിക്കുന്നത്. അതായത് കേതുവിൻ്റെയും ശുക്രൻ്റെയും സൂര്യൻ്റെയും നക്ഷത്രങ്ങളാണ്. ഈ 3 ഗ്രഹങ്ങളും, അതായത് കേതുവായാലും ശുക്രനായാലും സൂര്യനായാലും ബുധൻ്റെ ശത്രുഗ്രഹങ്ങളല്ല. അതുകൊണ്ട് ബുധൻ സഞ്ചരിക്കുന്നത് മിത്രഗ്രഹങ്ങളുടെ നക്ഷത്രങ്ങളിലൂടെയാണ്. അപ്പോൾ പൊതുവെ ബുധൻ്റെ മേടൻ രാശിയിലേക്കുള്ള രാശി മാറ്റം എന്ന് പറയുന്നത് വലിയ ദോഷം ഉണ്ടാക്കില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് ആദ്യമായിട്ട് ഈ ധനുക്കൂറുകാർക്കും ധനു ലഗ്നക്കാർക്കും ബുധൻ മേടം രാശിയിൽ രാശി മാറുന്നത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് നോക്കാം. ഇപ്പോൾ ധനുക്കൂറുകാരെന്ന് പറയുമ്പോൾ മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യപാദത്തിൽ പെടുന്നവരാണ്. ഇപ്പോൾ ധനുക്കൂറുകാർക്കും ധനു ലഗ്നക്കാർക്കും ബുധൻ 7ാം ഭാവാധിപനാണ്, അതുപോലെ 10ാം ഭാവാധിപനുമാണ്. അപ്പോൾ 7ഉം 10ഉം ഭാവാധിപനായിട്ടുള്ള ബുധൻ മെയ് 7 5ാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത്. മെയ് 23 വരെ ആ ബുധൻ 5ാം ഭാവരാശിയിൽ ഉണ്ടാകും. മെയ് 14 വരെ ആ ഭാഗ്യഭാവാധിപനായിട്ടുള്ള സൂര്യനും 5ാം ഭാവരാശിയിൽ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ബിസിനസ്സിലും വ്യാപാരത്തിലും ഒക്കെ വളരെ വിജയിക്കുന്ന സമയം എന്ന് തന്നെ പറയാം. പുതിയ സ്റ്റാർട്ടപ്പുകൾക്കൊക്കെ അത് തുടങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. അതുപോലെ വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ച് 5ലെ ആ ബുധൻ എന്ന് പറയുന്നത്, 5ലേക്ക് ബുധൻ രാശി മാറി വരിക എന്ന് പറയുമ്പോൾ വിദ്യാർത്ഥികൾക്ക് അവർക്ക് വളരെ അനുകൂല സമയമാണ്. അവരുടെ ഗ്രാഹ്യശേഷിയൊക്കെ കൂടും, പഠനത്തിലൊക്കെ നിപുണത പ്രദർശിപ്പിക്കാൻ കഴിയുന്ന സമയമാണ്, ഉത്തരവാദിത്വമൊക്കെ കൂടും, ക്രിയേറ്റീവ് വർക്കിലൊക്കെ ശോഭിക്കുന്ന സമയമാണ്. ഇപ്പം ടീച്ചിങ് മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിൽ വളരെ അനുകൂല സമയമാണ്, ഭാഗ്യനേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. കമ്മ്യൂണിക്കേഷനൊക്കെ വളരെ ഇമ്പ്രസീവ് ആകുന്ന സമയമായിരിക്കും 5ലേക്ക് ആ ബുധൻ വരുമ്പോൾ ഈ ധനുക്കൂറുകാർക്കും ധനു ലഗ്നക്കാർക്കും ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് ആത്മീയ ചിന്ത, ആത്മീയ ബലം, ആത്മീയ ചിന്തയൊക്കെ കൂടുന്ന സമയമാണ്. നല്ല ആശയങ്ങൾ മനസ്സിൽ ഇങ്ങനെ പൊന്തി വരുന്ന സമയമായിരിക്കും. അത് നമ്മുടെ കാഴ്ചപ്പാടിലൊക്കെ ഒരു മാറ്റം വരുത്തും, നമുക്ക് ബുദ്ധിശക്തിയൊക്കെ കൂടും. ഏത് വിഷയവും നല്ല രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥയായിരിക്കും ബുധൻ 5ൽ വരിക വഴി ഈ ധനുക്കൂറുകാർക്കും ധനു ലഗ്നക്കാർക്കും ഉണ്ടാകുന്നത്. ബുധൻ 7ാം ഭാവത്തിൻ്റെ 11ലേക്കാണ് വരുന്നത്. 7ാം ഭാവാധിപൻ ഭാവത്തിൻ്റെ 11ൽ വരിക എന്ന് പറയുമ്പോൾ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ, വ്യാപാരത്തിൽ വലിയ നേട്ടങ്ങളിൽ ലാഭമൊക്കെ പ്രതീക്ഷിക്കാം. സ്പെക്കുലേറ്റീവ് ബിസിനസ്സിൽ, ഷെയർ മാർക്കറ്റിലൊക്കെ വളരെ നേട്ടം പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ തൊഴിലിൽ നമുക്ക് ആഗ്രഹിക്കുന്ന തലത്തിലൊക്കെ ഒരു മാറ്റം, ഉയർച്ചയൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ്.
തൊഴിലവസരങ്ങളുണ്ടാകും. തൊഴിലിടത്ത് ഈ ശത്രുക്കളുടെയൊക്കെ നീക്കങ്ങൾ നമ്മൾ അറിഞ്ഞ് ഒന്ന് മുന്നോട്ട് പോകണം. അതുപോലെ ദമ്പതിമാർക്ക് പ്രത്യേകിച്ച് ഒരു സന്തോഷ വാർത്തയാണ്. സന്താന ഗുണമൊക്കെ അനുഭവപ്പെടാവുന്ന സമയമാണ്. പത്താം ഭാവാധിപൻ ഭാവത്തിൻ്റെ അഷ്ടമത്തിൽ വരിക എന്ന് പറയുമ്പോൾ ചിലർക്ക് തൊഴിലിൽ ചിലപ്പോൾ ഒരു ചെറിയ ട്രാൻസ്ഫർ, അല്ലെങ്കിൽ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ യാത്രകൾ വേണ്ടി വരും, അല്ലെങ്കിൽ തൊഴിലിലൊരു സഡനായിട്ടുള്ള ഒരു ചേഞ്ച് ചിലപ്പോൾ തൊഴിലിടത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കോമ്പറ്റിറ്റീവ് മാർക്കറ്റിലൊക്കെ മത്സരങ്ങളെയൊക്കെ അതിജീവിക്കാനുള്ള പ്ലാന്, തന്ത്രങ്ങൾ ഇവയൊക്കെ തയ്യാറാക്കാൻ കഴിയുന്ന സമയമാണ്. അപ്പോൾ പൊതുവേ നമുക്ക് 5 നിൽക്കുന്ന ബുധൻ 11 ദൃഷ്ടി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റെടുക്കുന്ന കാര്യങ്ങളൊക്കെ കൃത്യസമയത്ത് നിർവഹിക്കുവാനുള്ള ഒരു കഴിവ് ഈ സമയത്തുണ്ടാകും. കമ്മ്യൂണിക്കേഷൻ വഴി ബെനിഫിറ്റ് ഉണ്ടാകും. അധ്യാപന മേഖലകളിൽ ക്രിയേറ്റീവ് വർക്കിലൊക്കെ പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അതുവഴിയൊക്കെ വലിയൊരു ധനനേട്ടത്തിനും കൂടെയൊക്കെ സാധ്യത കാണുന്നുണ്ട്. കോമ്പറ്റിറ്റീവ് സ്കില്ലൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്ന സമയമാണ്. ടെസ്റ്റ്, ഇൻ്റർവ്യൂകളൊക്കെ പങ്കെടുക്കുന്നവർക്ക് അവരുടെ കഴിവ് തെളിയിക്കാൻ കഴിയുന്ന സമയമായിട്ടും കൂടെ ഈ ബുധൻ്റെ 5 രാശിമാറ്റം വഴിതെളിക്കും എന്ന് തന്നെ പറയാം. ഇനി മകരക്കൂറുകാർക്കും മകരലഗ്നക്കാർക്കും ഈ മേടൻ രാശിയിലേക്കുള്ള ബുധൻ്റെ രാശിമാറ്റം എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് നോക്കാം. മകരക്കൂറുകാരെന്ന് പറയുമ്പോൾ ഉത്രാട നക്ഷത്രത്തിൻ്റെ അവസാന 3 പാദം, തിരുവോണം, അതുപോലെ അവിട്ട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 2 പാദത്തിൽ പെടുന്നവരാണ്. മകരക്കൂറുകാർക്ക് ബുധനെന്ന് പറയുന്ന 6ാം ഭാവാധിപനുമാണ്, ഭാഗ്യഭാവാധിപനുമാണ്. 6, 9 ഭാവാധിപനായിട്ടുള്ള ബുധൻ മെയ് 7 4ാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത്. മെയ് 23 വരെ ആ ബുധൻ 4-ലുണ്ടാകും. മെയ് 14 വരെ 4ാം ഭാവരാശിയിൽ സൂര്യനും സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പോൾ 6ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ 4-ൽ വരിക എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ഈ വീട് വാങ്ങുന്നതിനോ വാഹനം വാങ്ങുന്നതിനോ ചിലപ്പോൾ വായ്പകളെയൊക്കെ ആശ്രയിക്കേണ്ടുന്ന ഒരു സ്ഥിതി വരുന്നു എന്നുകൂടെ മനസ്സിലാക്കുക. കുടുംബത്തിൽ എക്സ്പെൻസ് കൂടാൻ സാധ്യതയുണ്ട്. മാതാവുമായിട്ട് ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായെന്ന് വരാം, അവിടെ ഒന്ന് ശ്രദ്ധിക്കണം. പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ചിലപ്പോൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. കുടുംബ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കുന്നതിന് ഈ 4-ലെ ബുധൻ സഹായകമാകുമെന്ന് പറയാം. 4-ൽ ബുധൻ നിൽക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രശ്നം കുടുംബത്തിലുണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങളായാലും ആ പ്രശ്നങ്ങളെ നമുക്ക് സംസാരത്തിലൂടെ, നല്ല കമ്മ്യൂണിക്കേഷനിലൂടെ നമുക്ക് അതിനുള്ളൊരു പരിഹാരം കണ്ടെത്താൻ കഴിയും എന്നും കൂടെ മനസ്സിലാക്കുക. ഇപ്പോൾ നമ്മൾ നമ്മുടെ ഒരു വിഷയത്തിലൊക്കെ ആ വിഷയങ്ങളൊക്കെ പഠിച്ച് അത് അപഗ്രഹിക്കുവാനുള്ള ഒരു കഴിവൊക്കെ ഉണ്ടാകും. പ്രത്യേകിച്ച് ശരിയും തെറ്റുകളും ഒക്കെ തിരിച്ചറിയാനുള്ള ഒരു ശേഷി ഈ ബുധൻ്റെ 4-ലേക്കുള്ള രാശിമാറ്റം കൊണ്ടുണ്ടാകും. പഠനത്തിലൊക്കെ തിളക്കം ഉണ്ടാകും. തർക്കങ്ങളൊക്കെ പരിഹരിക്കാനുള്ള ഒരു കഴിവ്, ഇപ്പോൾ എവിടെ ഒരു തർക്കം ഉണ്ടായാൽ തന്നെയും ആ തർക്കങ്ങൾ പരിഹരിക്കാനുള്ള ഒരു കഴിവൊക്കെ ഈ സമയത്ത് ആ ബുധൻ്റെ 4-ലെ സ്ഥിതി കൊണ്ടുണ്ടാകും. അതേസമയം 6ാം ഭാവാധിപൻ ഭാവത്തിൻ്റെ 11-ലാണ് വരിക എന്ന് പറയുന്നത് കൊണ്ട് പൊതുവെ മാതൃബന്ധുക്കൾ വഴിയോ ശത്രുക്കൾ വഴിയോ അല്ലെങ്കിൽ വ്യവഹാരങ്ങൾ, കേസുകൾ വഴിയോ ഒക്കെ എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ ഈ സമയത്ത് കിട്ടുന്നതിനും സാധ്യത കാണുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക്. അതുപോലെ ബുധൻ 9ാം ഭാവാധിപനാണ്. 9ാം ഭാവാധിപൻ 4 വരിക എന്ന് പറയുമ്പോൾ നമുക്ക് ഭൂമിയോ അല്ലെങ്കിൽ നമുക്ക് മനോഹരമായിട്ടുള്ള ഭവനങ്ങൾ, അതൊക്കെ നമുക്ക് അങ്ങനെയുള്ള പുതിയ വീട് വയ്ക്കണമെന്നോ അല്ലെങ്കിൽ പുതിയ ഭവനം വാങ്ങണമെന്നോ ഒക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ പൊതുവെ അനുകൂലമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ്. പ്രത്യേകിച്ച് ഭാഗ്യഭാവാധിപൻ 4-ൽ വരിക വഴി അതുണ്ടാകും. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലൊക്കെ എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ, ഭൂമി സംബന്ധമായ ക്രയവിക്രയം വഴിയുള്ള നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. അപ്പോൾ പൊതുവെ നമുക്ക് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്, ലാൻഡ് ഡീലിങ്സ് വഴിയൊക്കെ തന്നെ സാമ്പത്തികമായിട്ട് നേട്ടങ്ങൾ, ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകാവുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. മാതാവിനും ഭാഗ്യാനുഭവം ഉണ്ടാകുന്ന സമയമാണ്. പിതൃ സ്വത്ത് കൈവശം കിട്ടുന്നതിന് സാധ്യതയുണ്ട്. 9ാം പ്രത്യേകിച്ച് 9ാം ഭാവാധിപൻ 4-ലേക്കൊക്കെ വരിക വഴി അങ്ങനെയൊക്കെയുള്ള ഇൻഹെറിറ്റൻസ് വഴിയുള്ള നേട്ടങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട്. അതുപോലെ ബുധൻ 10-ൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്, കർമ്മസ്ഥാനത്ത് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ തൊഴിലിടത്ത് പ്രായോഗിക പരിജ്ഞാനം അത് കൂടുന്നത് നമ്മുടെ പ്രവർത്തന മണ്ഡലങ്ങളിൽ നമുക്ക് വിജയിക്കാൻ സഹായകമാകും. അപ്പോൾ നമ്മൾ ആ ഓക്കുപ്പേഷൻ സ്കില്ലൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നത്, അതുപോലെ തൊഴിലിടത്തൊക്കെ കമ്മ്യൂണിക്കേഷൻ നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുവരുന്നത്,
അതൊക്കെ നമുക്ക് കൂടുതൽ ഗുണാനുഭവം തൊഴിലിടത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വിഷയങ്ങളിൽ ഇപ്പോൾ നമ്മൾ ഈ ഏതെങ്കിലും ഒരു വിഷയത്തെ പറ്റിയൊക്കെ അപഗ്രഹിക്കുന്നവർക്ക് ആ വിഷയത്തിൽ ഡീപ്പായിട്ടുള്ള ഒരു നോളജൊക്കെ ഈ സമയത്ത് ഉണ്ടാകും. അതൊക്കെ അങ്ങനെ ഒരു നോളജൊക്കെ ഈ തൊഴിലിടത്തൊക്കെ ഉണ്ടാകുന്നത് തൊഴിലിൽ ഉയർച്ചയ്ക്കും തൊഴിലിൽ ഒരു പരിവർത്തനത്തിനുമൊക്കെ അത് വഴിതെളിക്കുമെന്ന് പറയാം. പൊതുവെ കർമ്മത്തിലൊക്കെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആകുന്ന സമയമാണ്. വർക്കിലൊക്കെ ഇപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് വിദേശത്തെ കമ്പനികളുടെയൊക്കെ വർക്ക് വീട്ടിലിരുന്നൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അതൊക്കെ വളരെ അനുകൂലമായിട്ടുള്ള ഒരു അന്തരീക്ഷമായിരിക്കും ആ ബുധൻ്റെ 4 സ്ഥിതി കൊണ്ട് അവിടെ നിന്നുകൊണ്ട് കർമ്മസ്ഥാനത്ത് ആ ബുധൻ്റെ ദൃഷ്ടി വരിക വഴി ഉണ്ടാകുന്നത് എന്ന് തന്നെ പറയാം. ഇനി കുംഭക്കൂറുകാർക്കും കുംഭലഗ്നക്കാർക്കും ഈ മേടരാശിയിലേക്കുള്ള ബുധൻ്റെ രാശിമാറ്റം എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് നോക്കാം. കുംഭക്കൂറുകാരെന്ന് പറയുമ്പോൾ അവിട്ട നക്ഷത്രത്തിൻ്റെ അവസാന 2 പാദം, ചതയം ഉരുട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3 പാദത്തിൽപ്പെടുന്നവരാണ്. അപ്പോൾ ഈ കുംഭക്കൂറുകാർക്കും കുംഭലഗ്നക്കാർക്കും 5ഉം 8ഉം ഭാവാധിപനായിട്ടുള്ള ആ ബുധൻ മെയ് 7-ന് 3-ാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത്. മെയ് 23 വരെ ആ ബുധൻ 3-ാം ഭാവരാശിയിൽ ഉണ്ടാകും. 3-ാം ഭാവരാശിയിൽ മെയ് 14 വരെ സൂര്യനും സ്ഥിതി ചെയ്യുന്ന സമയമാണ്. അപ്പോൾ മെയ് 14 വരെ സൂര്യൻ ആ 3-ാം ഭാവരാശിയിൽ ഉണ്ടാകും. അപ്പോൾ പൊതുവെ 3-ാം ഭാവരാശിയിൽ ബുധൻ്റെ സ്ഥിതി വരിക എന്ന് പറയുമ്പോൾ അത് കമ്മ്യൂണിക്കേഷൻ്റെ സ്ഥാനമാണ്. അപ്പോൾ ആ ബുധൻ ആ 3-ാം ഭാവരാശിയിൽ വരിക എന്ന് പറയുമ്പോൾ കമ്മ്യൂണിക്കേഷനൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്ന സമയമാണ്. സന്താനങ്ങൾ വഴി സഹോദരങ്ങൾ വഴിയൊക്കെ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. മീഡിയകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക്, പ്രഭാഷണങ്ങളിൽ ഏർപ്പെടുന്നവർക്ക്, മോട്ടിവേഷൻ സ്പീക്കേഴ്സിന്, അതുപോലെ ഈ എഴുത്ത് പബ്ലിഷിംഗ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഒക്കെ തന്നെ അവരുടെ മേഖലകളിൽ തിളക്കം ഉണ്ടാകുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. ഏത് സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങളിലും ആ പ്രശ്നങ്ങൾ അവലോകനം ചെയ്ത് അനുയോജ്യമായിട്ട് യുക്തിസഹമായിട്ടുള്ളൊരു തീരുമാനം അവർക്കെടുക്കാൻ കഴിയും എന്ന് തന്നെ പറയാം. ഇപ്പോൾ സ്പിരിച്വൽ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനും അങ്ങനെ സ്പിരിച്വൽ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നവർ, പുരാണ ഗ്രന്ഥങ്ങളൊക്കെ അപഗ്രഥിക്കുന്നവർ, അവർക്കൊക്കെ തന്നെ ആ മേഖലകളിലൊക്കെ വളരെ തിളക്കം ഉണ്ടാകുന്ന സമയമാണ്. അതുപോലെ മറ്റുള്ളവരെ ഉപദേശിക്കുന്നതിനും മറ്റുള്ളവർക്ക് പുതിയ ഇപ്പോൾ സ്റ്റാർട്ടപ്പ് പോലെയുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങുന്നതിനൊക്കെ ഒരു ഉത്തേജനം ഇവരുടെ കമ്മ്യൂണിക്കേഷൻ വഴിയൊക്കെ ഉണ്ടാകും എന്ന് തന്നെ പറയാം. പുതിയ വിഷയങ്ങൾ പഠിക്കുന്നതിനുള്ളൊരു ശ്രമമൊക്കെ ഈ സമയത്ത് ബുധൻ 3-ൽ നിൽക്കുക വഴി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. 5-ാം ഭാവാധിപൻ ഭാവത്തിൻ്റെ 11-ലാണ് വരുന്നു എന്നുള്ളത് കൊണ്ട് സ്പെക്കുലേറ്റീവ് ബിസിനസ് വഴി നേട്ടം പ്രതീക്ഷിക്കാം. ക്രിയേറ്റീവ് വർക്കിലൊക്കെ ഏർപ്പെടുന്നവർക്ക് നേട്ടം ഉണ്ടാകും. ഓഹരി വിപണിയിൽ വഴി നേട്ടം ഉണ്ടാകും. സ്പോർട്സ് മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വലിയ നേട്ടം ഉണ്ടാകും. അധ്യാപകർക്ക്, അധ്യാപന മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ വളരെ ഗുണാനുഭവം ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് അവരുടെ കമ്മ്യൂണിക്കേഷനൊക്കെ വളരെ ഇമ്പ്രസീവ് ആകുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. ബുധൻ 8-ാം ഭാവാധിപനും കൂടിയാണ്. ആ 8-ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ 3-ലേക്ക് വരിക എന്ന് പറയുമ്പോൾ ചിലർക്ക് സഹോദരങ്ങളുമായിട്ടൊക്കെ ചെറിയ തെറ്റിദ്ധാരണകൾ, അവരുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ചിലപ്പോൾ ഉടൻ തന്നെ ഡെവലപ്പ് ചെയ്തു എന്ന് വരാം. ചിലർക്ക് കേൾവി സംബന്ധമായിട്ട് ചെറിയ പ്രശ്നങ്ങൾ ഈ സമയത്ത് ഡെവലപ്പ് ചെയ്തു എന്ന് വരാം. 8-ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ ആ ഭാവത്തിൻ്റെ അഷ്ടമത്തിലാണ് വരുന്നു എന്നുള്ളത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ ദൗർഭാഗ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നവർക്ക് ആ ദൗർഭാഗ്യങ്ങൾക്ക് ഒരു അന്ത്യം ഉണ്ടാകും എന്നും കൂടെ നമുക്ക് മനസ്സിലാക്കാം. പൊതുവെ ജീവിതത്തിൽ ഉന്മേഷമൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ്. പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒരു മുക്തി, ഒരു സമാധാനം, ഒരു ആശ്വാസമൊക്കെ ഈ സമയത്ത് പ്രതീക്ഷിക്കാം. ബുധൻ 9-ൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉന്നത പഠനമൊക്കെ അഭ്യസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മികവുണ്ടാകും. ഗവേഷണത്തിലൊക്കെ ഏർപ്പെടുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഗ്രഹസ്ഥിതി എന്ന് പറയാം. പഠനവുമായി ബന്ധപ്പെട്ട ദൂരയാത്രകൾ, ഇപ്പോൾ വിദേശത്തൊക്കെ പഠനം ആഗ്രഹിക്കുന്നവർക്കൊക്കെ വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമെന്ന് പറയാം. ബുധൻ 9-ൽ ദൃഷ്ടി ചെയ്യുന്നത് കൂടുതൽ പ്രായോഗികമായി ചിന്തിക്കുന്നത് കൂടുതൽ ഗുണാനുഭവം ഉണ്ടാകും എന്നും കൂടെ പറയാം. മറ്റുള്ളവരോട് തർക്കങ്ങൾ ഉണ്ടാകാതെയൊക്കെ നോക്കണം. അതുപോലെ തന്നെ ആത്മീയ കാര്യങ്ങളൊക്കെ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നതും ആത്മീയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതുമൊക്കെ പൊതുവെ അവർക്ക് മാനസികമായിട്ടൊരു സന്തോഷം, അനുഭവങ്ങളൊക്കെ അവർക്കുണ്ടാകും. അതുപോലെ ദൂരസ്ഥലത്ത് വിദേശത്തൊക്കെ ചിലപ്പോൾ ഉന്നത പഠനം നടത്തുന്നതിനോ അല്ലെങ്കിൽ വിദേശത്തൊക്കെ പ്രഭാഷണം നടത്തുന്നതിനൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഈ ബുധൻ്റെ രാശിമാറ്റം കൊണ്ട്
കുംഭക്കൂറുകാർക്കും കുംഭലഗ്നക്കാർക്കും ഉണ്ടാകും എന്ന് തന്നെ പറയാം. ഇനി മീനക്കൂറുകാർക്കും മീനലഗ്നക്കാർക്കും ബുധൻ മേടം രാശിയിലേക്ക് രാശി മാറുന്നത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം. മീനക്കൂറുകാരെന്ന് പറയുമ്പോൾ പൂരിട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാന പാദം ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാരാണ്. അപ്പോൾ മീനക്കൂറുകാർക്കും മീനലഗ്നക്കാർക്കും 4ഉം 7ഉം ഭാവാധിപനാണ് ബുധൻ. ആ ബുധൻ മെയ് 7-ന് 2-ാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത്. മെയ് 23 വരെ ആ ബുധൻ 2-ാം ഭാവരാശിയിൽ ഉണ്ടാകും, വാക്സ്ഥാനത്തുണ്ടാകും. മെയ് 14 വരെ സൂര്യനും ആ 2-ാം ഭാവരാശിയിൽ ബുധനോടൊപ്പം നിൽക്കുന്ന സമയമാണ്. അപ്പം കമ്മ്യൂണിക്കേഷൻ വഴിയൊക്കെ ധനം, കമ്മ്യൂണിക്കേഷൻ വഴിയൊക്കെ വരുമാനം വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അനുകൂല സമയം എന്ന് പറയാം. 2-ലെ ബുധൻ പ്രത്യേകിച്ച് ഈ പ്രഭാഷണം വഴിയൊക്കെ, പ്രസംഗം വഴിയൊക്കെ നമുക്ക് ഒരു സുഖാനുഭവമൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. പ്രത്യേകിച്ച് 4-ാം ഭാവാധിപനും കൂടിയാണ് ആ ബുധൻ. 4-ാം ഭാവാധിപൻ 2-ൽ വരിക എന്ന് പറയുമ്പോൾ ബന്ധുക്കൾ വഴിയൊക്കെ സാമ്പത്തിക നേട്ടം, ആസ്തികളിൽ എന്തെങ്കിലുമൊക്കെ വർധനവ്, സമ്പാദ്യ വർധനവ് ഒക്കെ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. ഇൻഹെറിറ്റൻസ് വഴിയൊക്കെ എന്തെങ്കിലും നേട്ടം ഉണ്ടാകും. 4-ാം ഭാവാധിപൻ ഭാവത്തിൻ്റെ 11-ലാണ് വരുന്നത്. അത് മാതാവിന് ധനനേട്ടത്തിന് സാധ്യതയുണ്ട്. വീട്, വസ്തു, അതുപോലെ വാഹനം ഇവയൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും പൊതുവെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. നല്ല ചിന്തകൾ, നല്ല നല്ല ആശയങ്ങൾ, അതൊക്കെ മറ്റുള്ളവരെ ആകർഷിക്കാൻ അത് വഴിതെളിക്കും എന്ന് പറയാം. നമ്മുടെ ആശയങ്ങളും നമ്മുടെ പ്രസ്താവനകളുമൊക്കെ തന്നെ മറ്റുള്ളവർക്ക് അത് വളരെ ഉത്തേജനം നൽകുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ചർച്ചകളിലും പ്രസംഗങ്ങളിലുമൊക്കെ പങ്കെടുക്കുന്നവരാണെങ്കിൽ അതിലൊക്കെ വളരെ തിളക്കം ഉണ്ടാകും. അവിടെ ഒരു ഡോമിനൻസ് നമ്മുടെ ഭാഗത്തുണ്ടാകും എന്ന് തന്നെ പറയാം. ബുധൻ 7-ാം ഭാവാധിപനാണ്. അപ്പോൾ 7-ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ അത് 2-ൽ നിൽക്കുക എന്ന് പറയുമ്പോൾ ജീവിത പങ്കാളി വഴിയൊക്കെ സാമ്പത്തിക നേട്ടത്തിന് സാധ്യത കാണുന്നു. അവർ വഴി ആസ്തികൾ വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു ശ്രമമൊക്കെ ഉണ്ടാകും. പാർട്ട്ണർഷിപ്പ് ബിസിനസ് വഴി സാമ്പത്തിക നേട്ടത്തിന് സാധ്യത കാണുന്നുണ്ട്. ബിസിനസ്സുകാർക്ക് ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമായിരിക്കും. പുതിയ പദ്ധതികളും തന്ത്രങ്ങളും ഒക്കെ ബിസിനസ്സിൽ ആവിഷ്കരിക്കുന്നതിനും അതുവഴിയൊക്കെ പുരോഗതി ബിസിനസ്സിൽ ഉണ്ടാകുന്നതിനുള്ള ഒരു ശ്രമമൊക്കെ ഈ സമയത്തുണ്ടാകും. 7-ാം ഭാവാധിപൻ ഭാവത്തിൻ്റെ അഷ്ടമത്തിൽ വരിക എന്ന് പറയുമ്പോൾ ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കണം. ദമ്പതിമാർക്കിടയിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ, തർക്കങ്ങൾ ഒക്കെ ഉണ്ടാകാം. അതുപോലെ തന്നെ ഈ ബുധൻ അഷ്ടമത്തിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അത് നമ്മൾ പ്രത്യേകിച്ച് റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്ക്, അതുപോലെ ശാസ്ത്രജ്ഞന്മാർക്ക്, അന്വേഷണ ഏജൻസികളിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ വളരെ അനുകൂല സമയമായിട്ട് ഇത് കാണുന്നുണ്ട്. നമ്മൾ ഒരു വിഷയത്തിൽ അല്ലെങ്കിൽ ഒരു അന്വേഷണ മേഖലയിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ അടിത്തട്ട് വരെ പോയി അതിൻ്റെ ആ വസ്തുത കണ്ടെത്തുന്നതിനുള്ളൊരു കഴിവൊക്കെ ഈ സമയത്തുണ്ടാകും. പ്രത്യേകിച്ച് 8-ലേക്ക് ആ ബുധൻ്റെ ദൃഷ്ടി വരിക വഴി. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഇൻഹെറിറ്റൻസ് വഴിയോ മറ്റു രീതികൾ വഴിയോ ഒക്കെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു നേട്ടമൊക്കെ ഈ സമയത്ത് ഉണ്ടാകാനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ കൂറുകാരുടെ നെഗറ്റീവ് ക്വാളിറ്റീസ് മാറുന്നതിനും നല്ല ക്വാളിറ്റീസൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതിനുമൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതിയായിട്ട് 2-ലെ ബുധൻ്റെ സ്ഥിതിയെ കാണാം. ധനം ചെലവ് ചെയ്യുന്നതിൽ സമഗ്രമായിട്ടുള്ള ഒരു ആസൂത്രണം ഈ കൂറുകാർക്ക് ആവശ്യമാണ് എന്നും കൂടെ പറയാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.